ഒരു കുടുംബത്തിലെ രണ്ട് കുട്ടികൾ, 11 വയസ്സും 18 വയസ്സുള്ള രണ്ടുപേർ കിണറ്റിൽ ചാടി മരിച്ചു. സംഭവം ഫോണിന് ഉപയോഗിച്ചുള്ള തർക്കം തന്നെയായിരുന്നു. 11 വയസ്സുകാരി പവിത്ര രാത്രി മുഴുവൻ ഇരുന്ന് ഫോണിൽ കൂടെ നോക്കുകയും അത് ദർശിക്കുകയും ഒക്കെ ചെയ്യുന്ന കണ്ടപ്പം സഹോദരൻ പല പ്രാവശ്യം നേരത്തെ വിലക്കി. രാത്രി വളരെ സമയം ഇരുട്ടിയിട്ടും 11-12 മണിയായിട്ടും പെൺകുട്ടി മൊബൈലിൽ സംസാരിക്കുന്ന കണ്ടു. 11 വയസ്സുകാരി മാത്രമേ. അതുകൊണ്ട് ഫോൺ ബലമായി പിടിച്ചു വാങ്ങിച്ച് അത് തല്ലിപ്പൊട്ടിച്ച് മണികണ്ഠൻ എന്ന സഹോദരൻ. അതോടുകൂടി പെൺകുട്ടിക്ക് ആകെ മാനസിക വിഷമമായി. വീടിനോട് ചേർന്നുള്ള കിണറ്റിലേക്ക് എടുത്ത് ചാടി കൊച്ച്. അത് കണ്ട് പിന്നാലെ കുട്ടിയെ രക്ഷിക്കാനായിട്ട് മണികണ്ഠനും എടുത്ത് ചാടി. രണ്ടുപേരും കിണറ്റിൽ വീണ് വെള്ളം കുടിച്ച് മരിച്ചു. ഏതായാലും ഫയർഫോഴ്സ് എത്തി രണ്ടുപേരെയും പുറത്തെടുത്തു. രണ്ടുപേരെയും തലയ്ക്കാണ് പരിക്കേറ്റിരുന്നത്. കാരണം കിണറ്റിലേക്ക് 11 വയസ്സുകാരെ എടുത്ത് ചാടിയപ്പം ആഴമുള്ള കിണറിന്റെ അരഞ്ഞാണം അതിന്റെ വക്കില് തലയിടിച്ച് വെള്ളത്തിൽ വീണ് മരണമടഞ്ഞു. സഹോദരനും കുട്ടിയെ രക്ഷിക്കാനായിട്ട് എടുത്തു ചാടി. അയാളുടെ തല കിണറിന്റെ വക്ക് അരഞ്ഞാണത്തില് തലയിടിച്ചു. അയാൾ മരണകാരണം രണ്ടുപേരുടെ ഹെഡ് ഇഞ്ചുറിയാണ്. വെള്ളം കുടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു വീട്ടില് തന്നെ ഉള്ള സഹോദരനും സഹോദരിയാണ് മരണപ്പെട്ടത്. ഒരു രാത്രി തന്നെ രണ്ടുപേരും മരണപ്പെട്ടു. ദുഃഖാർത്തായ മാതാപിതാക്കൾക്ക് ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാനൊക്കും? ആ പെൺകുട്ടി രാത്രി മുഴുവൻ ഇരുന്ന് ഫോൺ നോക്കുന്നത് കണ്ടപ്പോൾ അരിശം വന്ന സഹോദരനാണ് അതെടുത്ത് പൊട്ടിച്ചു കളഞ്ഞത്. തൻ്റെ എല്ലാ മൊബൈൽ ഫോൺ പൊട്ടിച്ചു കളഞ്ഞതോടുകൂടി പെൺകുട്ടിക്ക് നിരാശ തോന്നി. രാത്രി തന്നെ കിണറ്റിലേക്ക് എടുത്ത് ചാടുന്നത് കണ്ടു. ഇത് കണ്ടാണ് സഹോദരൻ ഓടിയെത്തി. 18 വയസ്സ് സഹോദരനും അവളെ രക്ഷിക്കാൻ വേണ്ടി കിണറ്റി ചാടി. രണ്ടുപേരും മരണപ്പെട്ടു എന്നുള്ളതാണ്. തമിഴ്നാട് പുതുക്കോട്ടയിലാണ് ഈ സംഭവം ഉണ്ടായത്. പോലീസ് വന്ന് ഡെഡ് ബോഡി എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തു. മറ്റ് കർമ്മങ്ങളെല്ലാം നടത്തി. പക്ഷേ മാതാപിതാക്കൾക്ക് 2 മക്കളെയും അവിടെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഫോണിന്റെ ദുരുപയോഗം മൂലം ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള ആത്മഹത്യകളും ഇതുപോലെയുള്ള എടുത്തുചാടലും ഒക്കെ ഉണ്ടായി. ജീവൻ നഷ്ടപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. 11 വയസ്സുകാരിയാണ് ആ ഫോണിലെ രാത്രി മുഴുവൻ മെനക്കെട്ടിരുന്ന് കാണുന്നത്. ഇതെന്തായാലും ഒരു അഡിക്ഷനാണ് ആ കുട്ടിക്ക്. ഇതുപോലെ നമ്മുടെ വീടുകളിലൊക്കെ ധാരാളം കൊച്ചുകുട്ടികൾ ഈ രീതിയിൽ ഫോണിന് അഡിക്ഷൻ ആയിട്ടുണ്ട്. അതിൽ നിന്ന് അവരെ പിന്മാറ്റാൻ കഴിയില്ല. അത് തന്നെയല്ല, നമുക്ക് പൂർണ്ണമായിട്ടും പിന്മാറ്റാൻ കഴിയാത്തതിന്റെ കാരണം ഈ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഫോൺ ഇപ്പോൾ ഒരു വളരെ അത്യാവശ്യമായ ഒരു മെറ്റീരിയലാണ്, ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. കാരണം പല കാര്യങ്ങളും ഫോണിൽ കൂടെയാണ് വരുന്നത്. റിപ്ലൈ ചെയ്യുന്നതും ഫോണിൽ കൂടെയാണ്. രണ്ടാമത്, ഫോണില്ലാതെ നമുക്കൊരു എഡ്യൂക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അല്ലെങ്കിൽ ലാപ്ടോപ്പും ഫോണും ഒക്കെ വേണ്ടി വരുന്നു. അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഇപ്പോൾ ഇന്ത്യ പതുക്കെ അഡോപ്റ്റ് ചെയ്തു വരുന്നത്. പക്ഷെ ഇതുപോലെയുള്ള ദൂഷ്യവശങ്ങളും അതിലുള്ളത് കൊണ്ട് അത് കണ്ടുകൊണ്ടിരിക്കുമ്പം വീട്ടുകാർക്കും അതുപോലെ തന്നെ സഹോദരങ്ങൾക്കും അത് പിടിക്കാതെ വരും. അവര് അത് വിലക്കും. അത് കുട്ടികളെ വ്രണപ്പെടുത്തും. കൊച്ചുങ്ങൾ നിരാശപ്പെട്ട് പല കൃത്യങ്ങളും ജീവിതത്തിൽ തന്നെ അവര് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഇതുപോലുള്ള കൃത്യങ്ങൾ ചെയ്യുന്നതാണ്. വാശിയും വൈരാഗ്യം കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിലും കുറേയൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് 10 മണി വരെ എങ്കിലും ഫോൺ കാണാനുള്ള സൗകര്യം, അത് അതിന്റെ മോശവശങ്ങളല്ല, നല്ല വശം എഡ്യൂക്കേഷൻ വശത്തിൻ്റെക്കും അങ്ങനെയുള്ള ഇൻഫർമേഷനായി ലഭിക്കുന്ന കാര്യത്തെപ്പറ്റിയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അവരെ ലോകത്തേക്ക് വിടരുത്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമെന്നുള്ളതാണ്. ഏതായാലും ഒരു വീട്ടിലെ 2 കുട്ടികളും ഒരേ ദിവസം രാത്രി തന്നെ മരണമടഞ്ഞത്. ആ തീവ്ര ദുഃഖത്തിൽ തന്നെയാണ് മാതാപിതാക്കളും.